അങ്ങനെ ഡെൻമാർക്കിൽ വന്ന് സൈക്കിൾ എടുത്തിട്ട് റോഡിൽ ഓടിക്കുന്നതിന് മുമ്പ് ഒരു റൗണ്ട് ഓടിച്ച് നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. എന്നാൽ ചെറുപ്പത്തിൽ എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നില്ല. ഞാൻ കസിൻസിൻ്റെ സൈക്കിൾ ഒന്നോ രണ്ടോ തവണ, അതുപോലെ ഫ്രണ്ട്സിൻ്റെ സൈക്കിളും ഒന്നോ രണ്ടോ തവണ ഒഴിച്ചാൽ ചെറുപ്പത്തിലധികം അങ്ങനെ സൈക്കിളെ ഓട്ടിയിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബൈക്ക് ഓടിക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഓടിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നല്ലപോലെ സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ബൈക്ക് ഡയറക്റ്റ് ഓടിക്കാൻ തുടങ്ങുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അപ്പോഴാണ് സൈക്കിൾ കാര്യമായിട്ട് ഓടിക്കുന്നത്. അങ്ങനെ സൈക്കിൾ എടുത്ത് ഒരു റൗണ്ട് അടിച്ച് നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം ബാലൻസൊക്കെ ഉണ്ട്, നമുക്കങ്ങനെ ചവിട്ടി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കി. ഏത് സൈക്കിൾ എടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡോങ്കി റിപ്പബ്ലിക്, സോഫിറ്റ്സ്, അതുപോലെ ഒരുപാട് സൈക്കിൾ കമ്പനികൾ കണ്ടു. നമ്മളതിൽ സോഫിറ്റ്സ് ആണ് ചൂസ് ചെയ്തത്. അതിൻ്റെ കാരണം എന്തെന്നാൽ ഇവിടെ സൈക്കിൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി നല്ല ക്യാഷാവും. ഒരു 2-3 തവണ സൈക്കിൾ റിപ്പയർ ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ വാങ്ങാനുള്ള ക്യാഷ് തന്നെ അവർ വാങ്ങും. അപ്പോൾ അതിൽ സോഫിറ്റ്സ് എടുത്തതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരികയോ അതുപോലെ റിപ്പയറിങ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അതേപോലെ ഈവൻ നമ്മുടെ ഇന്ന് സൈക്കിൾ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ തന്നെ അതിൻ്റെ കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവർ അതിൻ്റെ ഇൻഷുറൻസിൽ പെടുത്തിയിട്ട് അത് ചെയ്തു തരും. അതുകൊണ്ടാണ് നമ്മൾ സോഫിറ്റ്സ് ചൂസ് ചെയ്തത്.